എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കീഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യെസ്, എന്റർടൈൻമെന്റ് കിഴി റിയാക്ഷൻ ആണ്, അപ്ഡേറ്റ് ആണ്. പുഷ്പ ടു ദ റൂൾ. തകതലെ താഴത്തിലിടാ, ഒരിക്കലും താഴത്തിലിടാ, സൗകര്യമില്ലട താഴാണ്. അതെ, അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് പോണത്. അതെ, ഭീകരമായിട്ടുള്ള ഒരു എന്താ പറയാ അതിന്, എന്താ പറയാ, ഭീകരമായിട്ട് ഇന്ത്യ മൊത്തം ഇങ്ങനെ തൂത്തിങ്ങനെ വാരിക്കൊണ്ട് പോവുക. അതെ, ശരിക്കൊരു റോബറി. സത്യം അല്ലേ? ശരിക്കും റോബറി തന്നെയാണ്. അതെ, ഈ പുഷ്പ 2 കുറിച്ച് നമ്മൾ എന്ത് അപ്ഡേറ്റ് കൊടുക്കുമ്പോഴും, അത് റിവ്യൂ ഞങ്ങൾ ഇട്ടു, അതിനുശേഷം മറ്റ് എന്ത് അപ്ഡേറ്റ് ഇടുമ്പോഴും ഞങ്ങൾക്ക് എന്ത് തോന്നി എന്നുള്ളത് ഞങ്ങൾ അതിൻ്റെ കൂടെ പറഞ്ഞു പോകുന്നതിന് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ റിവ്യൂവിൽ അങ്ങനെ പറഞ്ഞതല്ലേ, അതിനുശേഷം നിങ്ങൾ മാറ്റി പറയാണോ എന്ന് മറ്റു പലരും പറയും. അത് പറയാതിരിക്കാനാണ് ഞങ്ങൾ ഈ ഓരോ സമയങ്ങളിലും ഇതിൻ്റെ അപ്ഡേറ്റ് പറയുമ്പോൾ ഞങ്ങൾക്ക് എന്ത് തോന്നി എന്ന് അതിൻ്റെ കൂടെ ചേർത്ത് പറയുന്നത്. അല്ലാണ്ട് ചില ആൾക്കാർ തെറ്റിദ്ധരിക്കുന്നുണ്ട്. കാരണം ഇതിന്റെ ഇത് പറയും ചെയ്യും, നമുക്ക് ഇഷ്ടപ്പെടാഞ്ഞിട്ട് ഇത് ഇത്രയും വലിയ കളക്ഷനിലേക്കൊക്കെ എത്തിയോ എന്നുള്ളൊരു പുച്ഛത്തോടെ ഞങ്ങൾ പറയുന്നതെന്ന് നിങ്ങൾ വിചാരിക്കേണ്ടത്. അങ്ങനെയല്ല. നമുക്ക് സിനിമ ഇഷ്ടപ്പെട്ടില്ല, പക്ഷെ ഇതിന്റെ കളക്ഷൻ കയറുന്നതും ഒരു ഇന്ത്യൻ സിനിമ ഇത്രയും വലിയ കളക്ഷൻ ഉണ്ടാക്കുന്നത് കാണുമ്പോൾ നമുക്ക് സന്തോഷമുള്ളൂ. അല്ലാണ്ട് അതിനകത്ത് കുയിന്ത് പിടിച്ചിരിക്കണ, കുയിന്ത് എന്ന് പറഞ്ഞാൽ മനസ്സിലാവൂലായിരിക്കൂലേ, കുശുമ്പ് പിടിച്ചിരിക്കുന്ന സ്വഭാവം നമുക്കില്ല. അടിച്ച് കയറി വരട്ടെ, അത്രേ ഉള്ളൂ. കാരണം നമ്മുടെ ചാനൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് റിവ്യൂ, റിയാക്ഷൻ, അപ്ഡേറ്റ്സ്, ഇങ്ങനെയൊക്കെ എല്ലാ വീഡിയോസും പോകുന്ന ചാനലാണ്. അപ്പോൾ നമ്മൾ അപ്ഡേറ്റ്സ് ആയിട്ടുള്ള അല്ലെങ്കിൽ റിയാക്ഷനായിട്ടുള്ള വീഡിയോ ഇടുമ്പോൾ ഇവർ മാറ്റി പറഞ്ഞു എന്നുള്ള ഒരു, അതായത് മൾട്ടിപ്പിൾ ഡാഡ് സിൻഡ്രോം ആ രീതിയിലാണ് എന്ന് തെറ്റിദ്ധരിക്കും. അതുകൊണ്ടാണ് ഇതിന്റെ കൂടെ അത് ചേർത്ത് പറയുന്നത്. അത് ചേർത്ത് പറഞ്ഞിട്ടില്ലെങ്കിൽ അപ്പോൾ ഈ പ്രശ്നം വരും. അത് വെറും തെറ്റിദ്ധാരണ മാത്രമാണ്. കാരണം ഇത് പറയാനുള്ള കാരണം കൂടി പറഞ്ഞാൽ, നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, അതായത് ഫസ്റ്റ് ഡേ കളക്ഷന്റെ ഇത് വെച്ചിട്ട്. അപ്പോൾ അതില് നമ്മൾ കളക്ഷൻ അത് റെക്കോർഡാണ്. അപ്പൊ അത് പറയുമ്പോ നമുക്ക് ഇവിടെ നിന്നിട്ട് അയ്യേ ഈ സിനിമയ്ക്ക് അത്രയും കിട്ടിയോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അത് റെക്കോർഡ് കിട്ടിയത് ആ റെക്കോർഡ് തന്നെയാണ്. അതിനി മാറണം എന്നുണ്ടെങ്കിൽ അതിനേക്കാട്ടിലും വലിയ സിനിമ വരണം. അതായത് വലിയൊരു അത്രയും വലിയ പ്രൊമോഷനും ബ്രാൻഡും എല്ലാം അങ്ങനെ വന്നാലേ ആ സിനിമേന്റെ ഈ ഒരു റെക്കോർഡിനെ മോളിൽ പോവുള്ളൂ. പക്ഷെ അത് പറഞ്ഞു കഴിഞ്ഞപ്പോഴും അതിന്റെ അടിയിലെ കമന്റുകൾ ചിലത് ഇങ്ങനെയാണ്, നിങ്ങളുടെ റിവ്യൂ ഇതായിരുന്നില്ലോ, മാറ്റി പറയാൻ ശ്രമിക്കുകയാണെന്നൊക്കെ. അതായത് എല്ലാവരും നെഗറ്റീവ് മാറിയിട്ട് പോസിറ്റീവ് ആയി കഴിഞ്ഞപ്പോൾ കുമ്പസരിക്കാൻ വന്നിരിക്കുകയാണ് എന്നുള്ള രീതിയിലൊക്കെ. അതല്ല കേട്ടോ സംഭവം. ഓക്കെ, എന്തായാലും ഇത് ആദ്യം ഒരു ആമുഖമായിട്ട് പറയണം, അല്ലെങ്കിൽ വീണ്ടും ഇതുപോലെ തെറി കേൾക്കേണ്ടി വരും എന്നുള്ളതുകൊണ്ടാണ് ഇത് പറഞ്ഞത്. കാര്യത്തിലേക്ക് വരാം. പുഷ്പ 2 1000 കോടിയിലേക്ക്. ഇതാണ് ഏറ്റവും സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു അപ്ഡേറ്റ്. അതായത് ഇന്നലെ ഇവർ അനൗൺസ് ചെയ്തിരിക്കുന്നത്, ഒഫീഷ്യലായിട്ട് അനൗൺസ് ചെയ്തിരിക്കുന്നത് 922 കോടി. എവളോ 922 കോടി. അതും എത്ര ദിവസം കൊണ്ട്? വെറും 5 ദിവസം കൊണ്ട്. പുഷ്പം പോലെ പുഷ്പ 6ാമത്തെ ദിവസം ആകുമ്പോഴത്തേക്കും 1000 കോടി കടന്നിട്ടുണ്ടാവും. ഒരു പൂ പറിക്കുന്ന ലാഭത്തോടെ. സത്യം. വളരെ സിമ്പിളായിട്ട് പുഷ്പം പോലെ നമ്മുടെ പുഷ്പ അങ്ങ് പറിച്ചെടുത്തിരിക്കുകയാണ്. ലാലേട്ടൻ പറഞ്ഞ ഡയലോഗ് തന്നെ കേട്ടോ ശരിക്കും. ആ ഒരു പൂ പറിക്കുന്ന ലാഘവത്തോടെ അങ്ങ് ഒഴിപ്പിച്ചു കൊടുത്തു എന്ന് പറഞ്ഞില്ലേ, അത്രേ ഉള്ളൂ. അതായത് ഇന്ത്യയുടെ എല്ലാ ഭാഗങ്ങളിലും ആളുടെ അഴിഞ്ഞാട്ടാണ്. ശരിക്കും പുഷ്പ റാംപേജ് ആണ്. അതാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. ലോകമെമ്പാടും ട്രെൻഡിങ് ആണ്. ഈ ട്രെൻഡിങ് ആയിട്ടുള്ള സിനിമ കാണണം എന്നുള്ളത് തന്നെയാണ് ജനങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത്. റിവ്യൂ ഒക്കെ മറ്റ് വിഷയം, അത്രേ ഉള്ളൂ. ഇപ്പൊ റിവ്യൂ പറയുകയാണെങ്കിൽ പോലും അത് ആ പറയുന്ന ആൾക്കാരുടെ ഒപ്പീനിയൻ ആണ്. കാണുന്ന ആൾക്കാർ പല രീതിയിൽ കാണുന്ന ആൾക്കാരുണ്ട് സിനിമകൾ. അപ്പൊ അത് അത്ര തന്നെ ഉള്ളൂ. ഇപ്പൊ നമ്മൾ ഈ വീഡിയോ ചെയ്യുമ്പോൾ ഇത് 1000 കോടിയിലേക്ക് കടന്നിട്ടുണ്ട് ഉറപ്പായിട്ടും. ഒഫീഷ്യലായിട്ട് ഇത് ഇന്ന് അനൗൺസ് ചെയ്യും. അതായത് ഏറ്റവും ഫാസ്റ്റസ്റ്റ് ആയിട്ട് 1000 കോടിയിലേക്ക് എത്തുന്ന ഇന്ത്യൻ സിനിമ അത് പുഷ്പ 2 ആണ്. ഇനി ഇതിന്റെയൊക്കെ എടുത്തു പറയേണ്ട കാര്യം, അല്ലു അർജുനേക്കാളിലൊക്കെ മുന്നേ സിനിമകളിൽ വന്ന് കഴിവ് തെളിയിച്ച്, അതായത് ഇന്ത്യൻ സിനിമകൾ തന്നെ അവരവിടെ ഇരിക്കുമ്പോ ഒരു 10-20 വർഷമായിട്ട് സിനിമയിൽ വന്ന ഒരാള് എല്ലായിടത്തെയും വെട്ടി ഒതുക്കി പോരുക. ഒരു തോളിലെ ഒരു ചെരുവോടെ സിമ്പിളായിട്ട് പോയിട്ട് അങ്ങ് എടുത്തു പോന്നു. അവർക്ക് നിർത്തി എത്തിയിടത്ത് പുഷ്പ തുടങ്ങുന്നുള്ളൂ. സത്യം. എന്നിട്ട് മറ്റേ ഇന്ത്യയുടെ ഒരു ഭൂപടം എടുത്തിട്ട് അതിന്റെ ഏറ്റവും മുകളില് കാശ്മീരിന്റെ മുകളില് അവിടെ കയറി ഇരുന്നിട്ട് ഡയലോഗും താഴത്തിലടാ എല്ലായിടത്തോടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവർക്കും സിംഹാസനങ്ങളുണ്ട്, പക്ഷെ
ഈ ഒരു രീതിയിലുള്ള സിംഹാസനം അത് അല്ലു അർജുൻ്റെ പുഷ്പക്ക് മാത്രമാണ്. അതായത് നമ്മുടെ ജമ്മു കാശ്മീരിന്റെ മുകളിൽ, ഇന്ത്യക്ക് മുകളിൽ ഏറ്റവും ടോപ്പിലാണ് ആളിരിക്കുന്നത്. അവിടെ ഇരുന്നിട്ടാണ് ഇത് പുഷ്പയുടെ റൂളാണ്. ഇനി പുഷ്പ ഭരിക്കൂടെ സിനിമ. ഒരുപാട് റെക്കോർഡുണ്ട് എല്ലാ ഇടങ്ങളിലും. മാത്രമാണ് കുറച്ച് താഴുള്ളത്. എന്തായാലും നെറ്റ് നോക്കിയാലും, അതായത് ഗ്രോസ് അല്ലാതെ നെറ്റ് നോക്കിയാലും ഫാസ്റ്റസ്റ്റ് 300 കോടി നെറ്റ് നേടിയിരിക്കുന്നത് ഹിന്ദിയിൽ നിന്ന് അത് പുഷ്പയാണ്. വെറും 5 ദിവസം കൊണ്ട് 339 കോടിയാണ് നെറ്റ് മാത്രം സ്വന്തമാക്കിയിരിക്കുന്നത്. 5 ദിവസം കൊണ്ട് ചിന്തിച്ച് നോക്കണം കേട്ടോ. ഓക്കെ. പിന്നെ നോർത്ത് അമേരിക്കയിൽ 10 മില്യൺ ഗ്രോസ് ആയിട്ടുണ്ട്. എല്ലാം റിലീസ് ചെയ്ത സ്ഥലങ്ങളിലൊക്കെ ഈ അവസ്ഥയാണ്. എന്തായാലും നല്ല അഭിപ്രായം നേടി, അല്ലെങ്കിൽ നല്ല രീതിയിൽ പ്രേക്ഷകർ ഏറ്റെടുത്ത് മുന്നോട്ട് കൊണ്ടുപോകുന്ന സമയത്ത് ഒരു ഭയങ്കരമായിട്ടുള്ളൊരു തിരിച്ചടി ഉണ്ടായിട്ടുണ്ട്. യൂട്യൂബിൽ ഇതിൻ്റെ ഹിന്ദി വേർഷൻ പക്ക വീഡിയോ അപ്ലോഡ് ചെയ്തിരിക്കുന്നു. 2 അക്കൗണ്ടിലായിട്ടാണ് ഇത് വന്നിരിക്കുന്നത് എന്നുള്ളതാണ് അറിഞ്ഞത്. ഒന്ന് ആദ്യമേ പോയിട്ടുണ്ട്, പക്ഷേ ഒരെണ്ണം, അതായത് മിൻറ്റു കുമാർ എൻ്റർടൈൻമെൻറ്റ് എന്ന ഒരു ചാനലിൽ ഇത് വന്നിട്ടുണ്ട്. 25 ലക്ഷം ആൾക്കാരാണ് ഇത് കണ്ടിരിക്കുന്നത്. 26,28,000 അങ്ങനെ എത്രയും കണ്ടാണ്. എന്തൊരു ഞങ്ങളത് കണ്ടപ്പോ ഇങ്ങനെ പറഞ്ഞ കളക്ഷൻ ഇത് എന്തുമാത്രം ബാധിക്കും എന്നുള്ളത്. അതായത് ഈ 26 ലക്ഷം പോയിട്ട് കാണൂല എന്ന് വിചാരിച്ച തിയേറ്ററിൽ 10 ലക്ഷം പേരെങ്കിലും പോയി കാണൂലേ. അത് മാത്രമല്ല, അതിനെ കുറിച്ച് ചിന്തിക്കേണ്ട മറ്റൊന്നും കൂടി ഉണ്ട്. അതായത് ഓരോ വ്യൂവും ഓരോ വ്യക്തികളാണെങ്കിൽ, അതെ, അല്ലെങ്കിൽ ഓരോ വ്യക്തികളാവുമല്ലോ, അല്ലെങ്കിൽ തുടർന്ന് വീണ്ടും കണ്ടുകൊണ്ടിരിക്കുമല്ലോ. അതെന്തായാലും ഉണ്ടാവും. ആ ഒരാളുടെ കൂടെ വേണമെങ്കിൽ ഒരു 4-5 പേര് ഒരുമിച്ചുണ്ടെങ്കിൽ അത് ഒറ്റ വ്യൂ ഉള്ളൂ. സത്യം. അപ്പോൾ അത് അത്രയും എണ്ണം കുറഞ്ഞു. അതാണ് ഇരിക്കട്ടെ. ഇനി ഇത് ഓരോരുത്തർ എത്ര ആൾക്കാരോട് പറയും ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ? അത് നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും. അപ്പോൾ ഇവർ യൂട്യൂബിൽ കയറി കാണുക, അല്ലെങ്കിൽ വേറെ രീതിയിൽ കാണുക ചെയ്യും. ഇതിൽ നിന്ന് കുറച്ച് ഭാഗം മാത്രമേ നല്ലത് എന്നുള്ള അഭിപ്രായം കിട്ടിയിട്ട് തിയേറ്ററിലേക്ക് പോവുള്ളൂ. അതത്രേ ഉള്ളൂ. ഈ കണ്ടതൊക്കെ നഷ്ടം തന്നെയാണ്. അപ്പോൾ പക്ഷെ ഞാൻ ഇങ്ങനെ ആലോചിക്കണേ, ഈ ഒരു സംഭവം ഉണ്ടായിട്ടും ഇതെന്താണ് ഒരു നില, അതിനെതിരെ ഒരു നടപടി ഇല്ലാതെ അത് കുഴപ്പമില്ലാത്ത രീതിയിൽ ഇങ്ങനെ പോകണു. 8 മണിക്കൂർ ഒരു സിനിമ, അതും ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സിനിമ 8 മണിക്കൂർ യൂട്യൂബിൽ കിടക്കണം എന്നുണ്ടെങ്കിൽ ശ്രദ്ധ ഭയങ്കര അശ്രദ്ധ തന്നെയാണ്. അത് ഇവർക്ക് കിട്ടുന്ന കോടികളുടെ ആ ഒരു സന്തോഷത്തിൽ ഭ്രമിച്ചു പോയിരിക്കുകയാണോ എന്ന് അറിഞ്ഞൂടാ. എന്താണെങ്കിലും ഇത് വളരെ മോശമായ പരിപാടി തന്നെയാണ്. സിനിമ, ഏത് സിനിമേനെയാണെങ്കിലും ഈ കാണിക്കുന്നത് കേട്ടോ, സിനിമ പകർത്തിയിട്ട് അത് യൂട്യൂബിൽ കൊണ്ടുപോയിടുക, അത് തെണ്ടിത്തരമാണ്. അത് അനുവദിച്ചു കൊടുക്കാൻ പാടില്ല. അതാണ്, അനുവദിച്ചു കൊടുക്കാൻ പാടില്ല. ടെലിഗ്രാമിലൊക്കെ എന്തായാലും വരും, അതിനൊന്നും ചെയ്യാൻ പറ്റാത്ത സാഹചര്യമാണുള്ളത്. അതെ. പക്ഷേ യൂട്യൂബിൽ വന്നിട്ട് അതിനെക്കുറിച്ചൊന്നും ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ അത് അവരുടെ അടുത്ത് വരുന്ന പിഴവ് തന്നെയാണ് കേട്ടോ. എന്തായാലും നമ്മുടെ ചിത്ര അരവിന്ദൻ ഫ്രം സോഷ്യൽ മീഡിയ ആൾ വന്നിട്ടുണ്ട്. സോഷ്യൽ മീഡിയയിൽ ഇരുന്നൊരു കാര്യം പറയുന്നുണ്ട്. ആൾക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അതായത് പുഷ്പ 2 സിനിമയുടെ പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് സിനിമ ഇറങ്ങുന്നതിന് മുൻപ് ബീഹാറിലും അവിടെ ഇവിടെയൊക്കെ നമ്മുടെ ചെറുക്കം വന്നിട്ടുണ്ടായിരുന്നു അല്ലു അർജുൻ. അപ്പോൾ ജനസാഗരമായിരുന്നു, ജനങ്ങൾ കൂടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ കൂടുതലൊന്നും ആയിരുന്നില്ല. ഒരു സ്റ്റേറ്റ് അപ്പാടെ അങ്ങ് വന്നതുപോലെയൊക്കെ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അത്ര ജനങ്ങളായിരുന്നു, ജനങ്ങളെ കൊണ്ട് ഒരു രക്ഷയില്ലായിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ച് നമ്മുടെ സിദ്ധാർത്ഥ് പറയുന്നുണ്ട്, അതൊന്ന് കാണാം. ഓക്കെ. Pushpa 2 வந்து பட்னால வந்து the crowd that came in, right? That's crazy. That's also marketing. கூட்டம் கூடுறது இந்தியால பெரிய பிரச்சனை கிடையாது. இல்ல ஜேசிபி வச்சா கூட தான் கூட்டம். இல்ல நான் அதுக்கு அந்த படத்துக்கு அவேர்னஸ் ஊர்ல கன்ஸ்ட்ரக்ஷனுக்கு ஜேசிபி நிறுத்தினா கூட்டம் கூடும். சோ பீகார்ல கூட்டம் கூடுறது அவ்வளவு பெரிய விஷயம் இல்ல. பெரிய கிரவுண்ட் போட்டு ஆர்கனைஸ் பண்ணா கூட்டம் கூடும். அதுக்கு அவங்களுக்கு ஒரு சாங் இருக்கு, ஒரு ஃபிலிம் இருக்கு, ஓகே. பட் இந்தியால கூட்டம் கூடுறதுக்கும் குவாலிட்டிக்கும் பெரிய சம்பந்தம் கிடையாது. அப்படின்னு பார்த்தா எல்லா அரசியல் கட்சியும் ஜெயிச்சே இருக்கணும். எல்லாருக்கும் கூட்டம் கூடுது இல்ல. எங்க காலத்துல அந்த பிரியாணி குவார்டர் பேக்கெட்னு சொல்லுவாங்க. பிரியாணி குவார்டர் பேக்கெட் கூட்டம் கூடுறது பெரிய விஷயம் கிடையாது. அப்படின்னா எங்க கரகோஷம் அதிகமா இருக்கும் அவங்கதான் ரொம்ப பெரிய அரசன் அப்படின்னு நினைப்பாங்க. கரகோஷம் ரொம்ப ஈஸிங்க வாங்குறது, பெரிய கஷ்டம் கிடையாது. ഇത് കഴിച്ചിട്ട് ഇറക്കാനും വയ്യ, മതിച്ചിട്ട് തുപ്പാനും വയ്യ എന്ന് പറഞ്ഞ പോലെ. അതായത് പറഞ്ഞതിൽ കാര്യമുണ്ട്, എന്നാൽ ചില പ്രശ്നങ്ങളുണ്ട്. തീർച്ചയായിട്ടും. അതായത് ആളോട് ചോദിക്കാനുള്ള ചോദ്യമാണ്. അങ്ങനെയാണെങ്കിൽ വളരെ സിമ്പിളായിട്ട്
ഇത് കണ്ടപ്പോ ഫസ്റ്റ് കണ്ട സമയത്ത് തന്നെ എന്റെ മനസ്സിൽ വന്ന സാധനം ഇന്ത്യൻ സിനിമയില് വലിയ കൊണ അടിക്കൊന്നും വേണ്ട. ഇന്ത്യൻ ടു സിനിമയില് ഒരു 4-5 JCB അങ്ങനെ പോകുന്നതിന്റെ ദൃശ്യമായിട്ടിരുന്നില്ലേ, ഭയങ്കരമായിട്ട് ഇടിച്ചു കുത്തി കയറിയ ജനങ്ങള്. പിന്നെ അതൊരു സത്യം. പിന്നെ മറ്റൊരു കാര്യം പറഞ്ഞാല് ആ പറഞ്ഞ ക്വാർട്ടറും ബിരിയാണിയും, ഹാഫ് ബിരിയാണിയും ക്വാർട്ടറും എന്ന് പറഞ്ഞ സാധനം, അത് ശരിക്കും തമിഴ്നാട്ടിലൊക്കെ ഈ പാർട്ടീന്റെ പരിപാടികൾക്കൊക്കെ അവര് ഫുഡ് ആളെ കൂട്ടാൻ വേണ്ടി തന്നെ ചെയ്യുന്ന സംഭവമാണ്. തമിഴ്നാട്ടിലേക്കൊന്നും പോണ്ട, ഇവിടെ നൈസായിട്ട് അതിനിടയിൽ കൂടെ എന്തിന് നിലമ്പൂരിലെ MLA വേറെ എവിടെയോ കുറച്ച് ആൾക്കാർ ഇറക്കിണ്ടായിരുന്നില്ലേ, കണ്ടില്ല ചേച്ചി പറയുന്നത്, ആലപ്പുഴയിൽ അത്രേ ഉള്ളൂ. അപ്പൊ എല്ലായിടത്തും ഇതൊക്കെ ഉണ്ട്. അത് എല്ലാ മേഖലയിലും അതുണ്ടാവും. പിന്നെ ഇപ്പൊ അതിനകത്ത് വേറെ കാര്യങ്ങൾ പറഞ്ഞു, ആള് കൂടുമ്പോ അവർക്കൊരു സോങ്, ഒരു സിനിമ അതുകൂടി ഉണ്ട്. അതാണ് അതിനകത്ത് ഏറ്റവും വലിയ പോയിന്റ്. അതുള്ളത് കൊണ്ടാണ് ഇത്രയും ആൾക്കാരെങ്കിലും അവിടെ എത്തുന്നത് എന്നുള്ളത്. പക്ഷെ അത് 2 രീതിയിലാണ് വിലയിരുത്തേണ്ടത്. അതെ, സിനിമക്ക് വേണ്ടിയിട്ട് അങ്ങനെ അത്രക്ക് ജനങ്ങൾ കൂടുക എന്നുള്ളത് അത് ആളുടെ ഒരു പോയിന്റ് ഓഫ് തിങ്കിങ് അല്ലേ, അത് നേരെ രാഷ്ട്രീയപരമായിട്ട് ഓക്കെയാണ്. പക്ഷെ ഈ രീതിയിൽ എന്തായാലും തിയേറ്ററിൽ പോയി ക്യാഷ് കൊടുത്ത് കാണണ്ടപ്പോ. അതെ, ഇപ്പൊ വെറുതെ ആളെ കൂട്ടാൻ കഴിയില്ല അവിടെ. അല്ല, ഇപ്പൊ ഒരു 500 ഉറുപ്പ്യ കൊടുത്താലും അല്ലെങ്കിൽ ഒരു ബിരിയാണി കൊടുത്തെന്ന് പറഞ്ഞാല് സിനിമ റിലീസ് ആകുമ്പോ ഇത് പോയി കാണും കൂടെ വേണ്ടേ? അതിന്റെ ആളെ കൂട്ടുന്ന പരിപാടി നടക്കൂലല്ലോ. ഇപ്പത്തെ തിയേറ്ററിന്റെ അവസ്ഥ അറിയാലോ, ടിക്കറ്റ് പോലും കിട്ടാനല്ല എന്നാണ് അത് നോർത്തില്. അപ്പം ബീഹാറിലെ ആളെ കൂട്ടുന്ന മൂവി മേക്കേഴ്സ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്, ആ വീഡിയോ നമ്മളിവിടെ കാണിക്കുന്നില്ല. അതായത് ജനങ്ങള് എന്തോ ഈ ഉത്സവം പോലെയാണ് തിയേറ്ററിലേക്ക് ഇടിച്ചു കുത്തി പോയിട്ട് അവര് വലിയ ക്യൂ ആണ്. ക്യൂ ഒക്കെ മാന്യന്മാർക്കുള്ളതല്ലേ, ക്യൂ ഒക്കെ അങ്ങ് പൊട്ടിച്ചു, എന്നിട്ട് ഇടിച്ചു കുത്തി കൂട്ടം കൂടി ടിക്കറ്റിന് വേണ്ടിയിട്ട് ബഹളം ഉണ്ടാക്കുക. എന്തതൊക്കെ ശരിക്കും ആസാമിലും അങ്ങനെ പല ഏരിയകളിലും ശരിക്ക് ഇങ്ങനത്തെ ഒരു സാധനമൊക്കെ ഇപ്പൊ ആ വീഡിയോയിൽ കണ്ട പോലത്തെ ഒരു സാധനമൊക്കെ കണ്ടിട്ടുള്ളത് എനിക്ക് തോന്നുന്നു എന്റെ ഓർമ്മയിലുള്ള കേട്ടോ ഞാൻ പറയണേ, നരസിംഹം റിലീസ് ഡേക്ക് അതെ പറഞ്ഞ നമ്മൾ കണ്ടിട്ടുള്ളതാ ഞാൻ പറയാം. അതിന്റെ റിലീസ് ഡേറ്റ് അന്ന് ഈ ഓൺലൈൻ ബുക്കിങ്ങോ ഇല്ല, ഒന്നുമില്ല, പരിപാടി ആയിരുന്നില്ല. അന്ന് നമ്മൾ ക്യൂ നിന്നിട്ട് ടിക്കറ്റ് എടുക്കണമായിരുന്നു. പക്ഷെ എനിക്ക് തോന്നുന്നു ഈ ചില സ്ഥലങ്ങളിൽ കേട്ടോ, മറ്റേ നോർത്തിലൊക്കെ ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. ടിക്കറ്റ് കൗണ്ടർ വഴി ടിക്കറ്റ് കൊടുക്കുന്ന സംഭവങ്ങളാണ്, അല്ലാണ്ട് ഓൺലൈൻ ബുക്കിങ് കാര്യങ്ങളൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ആയിരിക്കും അവിടെ അത്രയും തിരക്ക് കൂടാനുള്ള കാരണം. എന്നാലും ഇതൊക്കെ ഒന്ന് പറഞ്ഞാലും ഇത് ഒരു അതാ ഇതൊക്കെ പറഞ്ഞാലും ഈ സിനിമയുടെ വലിപ്പം കുറയുന്നില്ല. ഇതൊക്കെ പറഞ്ഞത് തന്നെയാണ് തിയേറ്ററിൽ ആള് വരുന്നത് എന്നുള്ളത് പോട്ടെ, അതല്ല ആൾ ഉദ്ദേശിച്ചത്. അതായത് പ്രൊമോഷന്റെ ഭാഗമായിട്ട് അല്ലു അർജുൻ വന്നപ്പോൾ ഇത്രയും ആൾക്കാർ കൂടിയത്. പക്ഷെ അതൊരു അപമാനിക്കുന്നതിന് തുല്യല്ലേ? തീർച്ചയായിട്ടും. അതായത് അങ്ങനെ ആളെ കൂട്ടാൻ കഴിയുക എന്ന് പറഞ്ഞാൽ അത് സാധാരണ ഒരു അങ്ങനെ വെച്ച് നോക്കുകയാണെങ്കിൽ ഇന്ത്യൻ 2ന്റെ പ്രൊമോഷൻ നടന്നിട്ടുണ്ടായിരുന്നു. അവിടെ ആളെ കൂട്ടി നമ്മൾ കണ്ടില്ല. അന്ന് അങ്ങനെ ആളെ കൂട്ടാൻ പറ്റുമായിരുന്നെങ്കിൽ നിങ്ങൾ എന്തുകൊണ്ട് ഒരു 100 രൂപയും ചായയൊക്കെ മേടിച്ചു കൊടുത്തിട്ട് ആളെ കൂട്ടി? അല്ല, ആളെ കൂട്ടിയെന്ന് തന്നെ ഇരിക്കട്ടെ, അതിന് കഴിവായിരിക്കും. ഇതൊക്കെ കൊടുത്ത് കൂട്ടി, ഓക്കെ, അംഗീകരിക്കുന്നു. പക്ഷേ സിനിമക്ക് ഇതേ രീതിയിൽ ഇപ്പോ ഇതൊന്നും വോട്ടാവില്ല എന്ന് പറഞ്ഞിട്ടുണ്ടോ? ആൾക്കൂട്ടം കൂടിയേക്കാം, അത് ആളുകൾ എന്ത് സംസാരിക്കുന്നു എന്നുള്ളതൊക്കെ അതറിയാൻ വേണ്ടിയിട്ട് ആൾ കൂടിയേക്കാം. പക്ഷേ ഇതൊന്നും വോട്ടാവില്ല എന്ന് പറയുന്നൊരു പൊതു സംസാരമുണ്ട്. എന്നാൽ ഇവിടെ വോട്ടുമായിട്ടുണ്ട്. ഈ കൂടിയ ആൾക്കാർക്കുള്ള അതിനുള്ള പരിപാടി ഇതിന് ടിക്കറ്റ് എടുത്ത് ഇതിന് കളക്ഷനും കയറുന്നുണ്ട്. ഞാൻ അപ്പോ ആ ഒരു പോയിന്റിൽ ഞാൻ ഓർത്തൊരു സാധനം ഉണ്ടായിരുന്നു. എപ്പോ ഇത് പറഞ്ഞപ്പോൾ എനിക്ക് ഓർമ്മ, അതായത് കൈയടിച്ച് വിടുന്നവരെല്ലാരും ജയിക്കുന്നില്ല എന്ന്. പക്ഷെ ഇവിടെ കൈയടിച്ചിട്ടുണ്ടെങ്കിൽ ജയിച്ച് കാണിച്ചിട്ടാണ് ഇത് കണ്ടോണ്ടിരിക്കണം. 5 ദിവസം കൊണ്ട് 922 കോടി കളക്ട് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഏത് റേഞ്ചിൽ എത്തി എന്നുള്ളത് മാത്രം ചിന്തിച്ചാൽ മതി. JCB കണ്ടാലും ആള് കൂടുന്നു പറഞ്ഞില്ലേ? JCB എന്ന് പറഞ്ഞാൽ അത് ശരിയാണ്. JCB എന്ന് പറഞ്ഞാൽ ഭയങ്കര എന്തോ ആണ് എന്നുള്ളത് ഇപ്പോഴും നമ്മുടെ ഉള്ളിലുണ്ട്. നമ്മുടെ നാട്ടിൽ പോലും സാധാരണ JCB നോക്കും, അങ്ങനെ ഒരു വൈബുണ്ട്. അപ്പോൾ ആ രീതിയിലാണ് ആൾ പറഞ്ഞത്. അപ്പം ഈ JCBന്റെ വലുപ്പമുള്ള, അതായത് എന്തോ വലിയ സംഭവമാണ്, സാധാരണ വെഹിക്കിളിൽ നിന്ന് മാറി ഉള്ളൊരു വെഹിക്കിൾ ആയതുകൊണ്ടാണല്ലോ അതിനോടൊരു പ്രത്യേക താല്പര്യം. അപ്പോൾ ആ രീതിയിൽ നമുക്ക് ചെറുപ്പം മുതലേ ഒരു പ്രത്യേക അട്രാക്ഷൻ തോന്നുന്ന ഒരുപാട് താരങ്ങളുണ്ട്
അത് കിങ്ഹാമാരായാലും അല്ലാത്തവരായാലും ഒക്കെ എല്ലാ ഇൻഡസ്ട്രിയിലും ഓരോ വലിയ ആൾക്കാരെ എടുത്ത് നോക്കിയാൽ മതി, അവർക്കൊന്നും പറ്റാത്ത സംഭവമാണ് വളരെ സിമ്പിളായിട്ട് അല്ലു അർജുൻ പുഷ്പ 2 ചെയ്തു വെച്ചിരിക്കുന്നത്. ആദ്യം പറഞ്ഞ പോലെ തന്നെ പൂ പറിക്കണ ലാഘവത്തോടെ സിമ്പിളായിട്ട് പഴയ റെക്കോർഡുകളൊക്കെ ഇങ്ങനെ അതെ. കാറ്റിപ്പറത്ത്. ഇതിന്റെ കൂടെ വീണ്ടും പറയാണ്, ഇത് ഞങ്ങളുടെ അഭിപ്രായമല്ല, ഞങ്ങൾ ഇതിനെക്കുറിച്ച് ഉള്ള ഞങ്ങളുടെ സിനിമയെക്കുറിച്ചുള്ള അഭിപ്രായം മറ്റൊന്നാണ്, അത് ഞങ്ങൾ റിവ്യൂ ഇട്ടിട്ടുണ്ട്. അത് ഓൾറെഡി നമ്മൾ പറഞ്ഞത് അത് അങ്ങനെ തന്നെയാണ്. പക്ഷെ ഇത് കഴിവ് തന്നെയാണ്, ഇത് ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നമ്മൾ അംഗീകരിക്കുന്നു, അത് നമുക്ക് പറയാതിരിക്കാനും പറ്റില്ല. ഇപ്പൊ ഇതേപോലെ തന്നെ ജവാൻ സിനിമ നമുക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ലായിരുന്നു, ജവാനും പക്ഷെ പത്താനും ഒന്നും പത്താൻ ഇതൊക്കെ കളക്ട് ചെയ്തപ്പോ നമ്മൾ സന്തോഷിച്ചിട്ടുണ്ട്. അതെ, അതായത് ഇത് കളക്ഷൻ കയറി. അതെ, അത് ആകുക എന്ന് പറഞ്ഞാൽ ചില്ലറ കാര്യമല്ല, അത് അങ്ങനെ ആക്കി എടുക്കുക എന്ന് പറഞ്ഞാൽ അതിനു വേണ്ടിയിട്ട് നല്ലതായിട്ട് ഒരു പണിയെടുത്തിട്ടുണ്ടാവും, അത്രേ ഉള്ളൂ. എന്താണെങ്കിലും ഗംഭീരമായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് 1000 കോടി തികയും. അതെ, അപ്പോൾ 1000 കോടി ആയി എന്നുള്ളത് ഒരു വലിയൊരു മൈൽ സ്റ്റോൺ തന്നെയാണ്. തീർച്ചയായിട്ടും നമുക്ക് അഭിമാനിക്കുക ചെയ്യാം. 1000 കോടി 10, 25 അല്ലെങ്കിൽ 30, 40 ദിവസം കൊണ്ടല്ല, 6 ദിവസമാണ്. ഫൈനൽ കളക്ഷൻ അല്ല, ഇനി തുടങ്ങാൻ പോണുള്ളൂ. 6 ദിവസമായിട്ടുള്ളൂ സിനിമ റിലീസ് ചെയ്തിട്ട്, ഇനിയും കിടക്കുകയാണ്. എന്താണെങ്കിലും ഒരു 10, ഇവിടെ നമ്മുടെ കേരളത്തിൽ പോലും ഒരു 10 ദിവസമെങ്കിലും ഉണ്ടാവും ഇനിയും തിയേറ്ററിൽ. അപ്പുറത്തൊക്കെ നോർത്തിലൊക്കെ ഈ പോക്കാണെങ്കിൽ 1 മാസമോ 2 മാസമോ ആയിരിക്കൂല ചിലപ്പം കളിക്കുന്നത്. പക്ഷെ ഇടിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ അത് തിങ്കളാഴ്ചയുടെ ആ ഒരു അതെന്തായാലും വരും, അതിനെ മറികടന്നുണ്ട് എന്തായാലും. അപ്പം എന്തായാലും നോക്കാം എവിടേക്ക് എത്തും, എവിടെ എത്തി നിൽക്കും എന്നുള്ളത്. യെസ്. അപ്പോൾ എന്തായാലും ഞങ്ങൾ പോവാണ്. മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് ഉടനെ തന്നെ വരാം. ബൈ.